പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവായി അഴിമതി ലെവലേശമില്ലാതെ പാർട്ടിക്ക് വേണ്ടി കൊണ്ടും കൊടുത്തും വളർന്ന ജയരാജൻ പിണറായി വിജയന്റെ ഹിറ്റ് ലിസ്റ്റിൽ വന്നതോടെ തഴയപ്പെടുകയായിരുന്നു. ഇ.കെ. നായനാർക്കും പിണറായിക്കും ശേഷം കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ പി ജയരാജൻ ഉണ്ടാക്കിയതുപോലെ സ്വാധീനം മറ്റാരും ഉണ്ടാക്കിയില്ല. ജയരാജൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ കണ്ണൂരിലെ പാർട്ടി സംവിധാനം മുഴുവൻ ജയരാജന് കീഴിലായി. ഓരോ പാർട്ടി അണിയും ഓരോ ഏരിയ കമ്മിറ്റികളും ജയരാജൻ ഫാൻസായി മാറി. ഇത് പിണറായിക്ക് സഹിച്ചേയില്ല. പിണറായിയേക്കാൾ സ്വാധീനമുള്ള ഒരു നേതാവും കണ്ണൂരിൽ ഉണ്ടാവരുതേ എന്ന് ശഠിച്ചതുകൊണ്ട് ജയരാജൻ പുറന്തള്ളപ്പെട്ടു. ആ ജയരാജന് ഇടം കൊടുത്തിരിക്കുന്നത് വാഴക്കൊല ഡോക്ടർ ചിന്താ ജെറോമിനൊപ്പമാണ്. ആ ജയരാജന് ഇടം കൊടുത്തിരിക്കുന്നത് കൈരളി ചാനലിന്റെ MD രാജ്യസഭാംഗവുമായി ഇരട്ട ശമ്പളം കൈപ്പറ്റുന്ന ജോൺ ബ്രിട്ടാസിനൊപ്പമാണ്. ആ ജയരാജന് ഇടം കൊടുത്തിരിക്കുന്നത് അനിൽകുമാറിനെ പോലെ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് വിഡ്ഢിത്തം വിളമ്പുന്നവർക്കൊപ്പമാണ്. അങ്ങനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്ത 89 പേരിൽ ഒരാളായി പി ജയരാജൻ തുടരണം. ഈ 89 പേരിൽ പകുതിയിലധികം പേരെ നാട്ടിലെ സാധാരണ മനുഷ്യർ അറിയുകയേയില്ല. എന്തിനേറെ 89 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ പാർട്ടിയിൽ എത്ര ഏരിയ കമ്മിറ്റി അംഗങ്ങൾ കൃത്യമായി പറയും എന്ന് നോക്കണം. അതേ ആ 89 പേർക്കൊപ്പം ചിന്താ ജെറോമിനും ജോൺ ബ്രിട്ടാസിനും വീണ ജോർജിനും ഒപ്പമാണ് പി ജയരാജനെ കുടിയിരുത്തിയിരിക്കുന്നത്.